ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളെ റെസിപ്പി എഗ്ഗ് മോമോസാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 250 ഗ്രാം മൈദ അല്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തു. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അധികം ലൂസാകാൻ പാടില്ല. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ലപോലെ കുഴച്ചെടുത്തു. ഒരു 10 മിനിറ്റോളം കുഴച്ചു. അതിന് ശേഷം ഞാനത് മസാല ആക്കുന്നത് വരെ 10 മിനിറ്റ് അത് അവിടെ മാറ്റി വെച്ചു, റെസ്റ്റ് ചെയ്യാനും വെച്ചു. ഞാനിതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടി 5 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. 5 മുട്ടയും പിന്നെ 4 സവാളയും ഒരു 5 പച്ചമുളകും, ഇത്രയാണ് ഫില്ലിങ്ങിന് ആവശ്യമുള്ളത്. സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. ഇതിപ്പോൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് അരിഞ്ഞ സവാളയും പച്ചമുളകും ഒക്കെ ഇതിലോട്ടിട്ട് വഴറ്റുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ: 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില എന്നിവയൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റുന്നുണ്ട്. അപ്പോഴേക്കും മുട്ട വെന്ത് വന്നിട്ടുണ്ട്. മുട്ട ചെറുതായി അരിഞ്ഞിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ പരത്തിയെടുത്തു. നല്ലപോലെ പരത്തിയെടുത്തിട്ട് ഒരു അടപ്പ് വെച്ച് നമ്മൾ ഓരോ റൗണ്ടായിട്ട് അത് കട്ട് ചെയ്തെടുത്തു. ഇതിപ്പോൾ ഫില്ലിങ് ഇതിലോട്ട് വെച്ച് കൊടുത്തു. നമ്മളിങ്ങനെ കോട്ടി എടുത്തിട്ട് നമ്മളത് റൗണ്ടാക്കിയിട്ട് മൊത്തം പൊതിഞ്ഞെടുക്കണം. അതായത് ഇങ്ങനെ ഈ ഒരു മോഡലിലാണ് ഇങ്ങനെ ചെയ്തെടുക്കണം. എന്നിട്ട് എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം മോമോസിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും. അങ്ങനെ എല്ലാ മോമോസും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം.
തീയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇല വെച്ച് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് മുകളിൽ ഇച്ചിരി എണ്ണ ഒന്ന് തൂവി കൊടുക്കണം. ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്ക് നല്ല മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇത് സോസും കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്.